നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഓണക്കാലത്ത് 35 ദിവസത്തെ വിൽപ്പനയിൽ റെക്കോർഡ് വിറ്റുവരവുമായി സപ്ലൈകോ. സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി KPMS വൈന്തല ശാഖ ആഘോഷിച്ചു. തൂമ്പാക്കോട് ഇടവക കാൽവരി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. SNDP യോഗം കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ഘോഷയാത്ര, പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സുഗതൻ അധ്യക്ഷനായി. ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ ജയന്തി ദിന സന്ദേശം നൽകി. MLA-മാരായ KK രാമചന്ദ്രൻ, തോമസ് ഉണ്ണിയാടൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് K ദിനേശൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി KS ശ്രീരാജ്, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി സുമാ ഷാജി, യൂണിയൻ കൌൺസിലർ പ്രസന്നൻ എടത്താടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച ശ്രീധരൻ വൈക്കത്താടൻ, PS ദിലീപ് കുമാർ എന്നിവരെ ആദരിച്ചു. ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് സുനിൽ കുമാർ ചിന്നങ്ങത്ത്, നൂലുവള്ളി വെസ്റ്റ് ശാഖ സെക്രട്ടറി ശ്രീ സുനിൽ കുമാർ തന്റെ പ്രവർത്തന സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി, ആ സമൂഹത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു പരിവർത്തനത്തിന്റെ മന്ത്രധ്വനികളുമായി കടന്നു വന്ന് ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു ദിശാബോധം നൽകിയ, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ യുഗപുരുഷന്മാരിൽ ഒരാളാണ്. കയറി ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജനതയെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുകയും ജീവിതത്തെ സംബന്ധിച്ചൊരു ദിശാബോധം പകർന്നു കൊടുക്കുകയും തൻ്റെ വചനങ്ങളിലൂടെയും തൻ്റെ പ്രസംഗങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും അവരെയെല്ലാം ഒരു പ്രത്യയശാസ്ത്ര വെളിച്ചത്തോടു കൂടി കൈപിടിച്ച് നടത്തിയ ശ്രീനാരായണ ഗുരു, അതേസമയം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകന്മാർക്ക് വലിയ പങ്കുണ്ട്. അത് മഹാനായ അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള ഒരു വലിയ നേതാക്കന്മാരെ നമുക്ക് ആത്മീയമായും അതല്ലാതെയും നമുക്ക് ആ ഘട്ടങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി എലിഞ്ഞിപ്ര SNDP ശാഖയുടെ നേതൃത്വത്തിൽ ജയന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചു. ശാഖാ ഭാരവാഹികളായ പ്രസിഡന്റ് KS ഷാജു, സെക്രട്ടറി രവി മുള്ളോളി, രക്ഷാധികാരി സുഭാഷ് ചന്ദ്രദാസ്, വിജയൻ പള്ളത്തുപറമ്പൻ, PM ഹരിദാസ്, ഓമന വേലായുധൻ, ഉദയ രവീന്ദ്രൻ, പുഷ്പ വിജു തുടങ്ങിയവർ നേതൃത്വം നൽകി.
SNDP യോഗം അങ്കമാലി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. രാവിലെ ശാഖ അങ്കണത്തിൽ ഗുരുപൂജ, ഗുരുദേവ കൃതികളുടെ പാരായണം, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ശാഖ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ശോഭായാത്ര അങ്കമാലി ടൗൺ ചുറ്റി ശാഖ അങ്കണത്തിൽ സമാപിച്ചു. പഞ്ചവാദ്യം, ടാബ്ലോ തുടങ്ങിയവ ശോഭായാത്രയ്ക്ക് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ KK കർണൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണിന് സ്വീകരണം നൽകി. ശാഖ പ്രസിഡന്റ് MK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ എൻഡോമെന്റ് വിതരണം നടത്തി. ഗുരുധർമ്മ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സ്വപ്നേഷ് സുബ്രഹ്മണ്യൻ, ശാഖ വൈസ് പ്രസിഡന്റ് MS ബാബു, യൂണിയൻ കമ്മിറ്റി അംഗം VK ബാബു, വനിതാ സംഘം പ്രസിഡന്റ് ജിജി ബാബു, ബിന്ദു രാമചന്ദ്രൻ, KK വിജയൻ, NP സജീവ്, PK മുരളീധരൻ, AS ആശംസ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 3 തവണയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇത്തവണ 3ാം വട്ടം മത്സരിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ഒരു വലിയ വിജയമാണ് ഇവിടെ ലഭിച്ചത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നറിയാം. നിങ്ങളുടെ ആ സ്നേഹവും കരുതലും തന്നെയാണ് ഇന്നിവിടെ വിളിക്കുവാനും ഒരു സ്വീകരണം നൽകാനും ഒക്കെ ഭാരവായ ശാഖാംഗങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ ആ സ്നേഹത്തിനും പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ജയന്തിയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പുരുഷോത്തമൻ ചേട്ടനും വിജയൻ ചേട്ടനും ഒക്കെ പറഞ്ഞു, ഗുരുവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും സംസാരിക്കാനും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കർണൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇനി 2-3 ശാഖകളിൽ ഇതേ പരിപാടിയിൽ പങ്കെടുക്കുവാനുണ്ട്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല. സമയം കൂടുതലുള്ള സമയത്ത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് കേരളം കാണുന്ന ഈ ഒരു മുന്നേറ്റം കൈവരിക്കുന്നതിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. നമുക്കറിയാം, ലോകത്ത് തന്നെ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഈ കേരള മോഡൽ എന്ന ഒരു വികസന മാതൃക അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹിക പശ്ചാത്തലം അത് കെട്ടിപ്പടുക്കുന്നതിൽ ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ
ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജാതി വ്യവസ്ഥയും പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഓണക്കാലത്തെ 35 ദിവസത്തെ വിൽപ്പനയിൽ റെക്കോർഡ് വിറ്റുവരവുമായി സപ്ലൈകോ. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെയുള്ള കാലയളവിൽ 433.81 കോടി രൂപയാണ് സപ്ലൈകോയുടെ വിറ്റുവരവ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയത് 385 കോടി രൂപയുടെ വിറ്റുവരവായിരുന്നു. 48 കോടിയിലധികം രൂപയുടെ വർധനവാണ് ഇത്തവണ. ഉത്രാട ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. അന്നേ ദിവസം മാത്രം 27.85 കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോ രേഖപ്പെടുത്തിയത്. ഓണം ഫെയറുകളിലും വിവിധ സപ്ലൈകോ വിൽപ്പനശാലകളിലും ഇത്തവണ വലിയ തിരക്ക് അനുഭവപ്പെട്ടതും റെക്കോർഡ് വിറ്റുവരവിന് കാരണമായി. 35 ദിവസത്തെ ആകെ വിറ്റുവരവിൽ 155.39 കോടി രൂപ സബ്സിഡി ഇനങ്ങളിലൂടെയും 278.42 കോടി രൂപ സബ്സിഡി ഇതര ഇനങ്ങളിലൂടെയുമാണ് ലഭിച്ചത്. ഈ കാലയളവിൽ 53.86 ലക്ഷം പേരാണ് സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ സംഘടിപ്പിച്ച മെഗാ ട്രേഡ് ഫെയറുകൾ ഉൾപ്പെടെയുള്ള ജില്ലാ ഫെയറുകളിൽ നിന്ന് മാത്രം 5.33 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി KPMS വൈന്തല ശാഖ ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് ലീല മോഹനൻ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വൈന്തലയിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര പാളയം പറമ്പ് ചുറ്റി KPMS ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് KC മനോജ് ഉദ്ഘാടനം ചെയ്തു. ലീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സീന ജോസ്, SC പ്രൊമോട്ടർ ഗോപിക അഭിലാഷ്, രമേശ് KK, ഗീതാ ബാസി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കലാപരിപാടികൾ സംഘടിപ്പിച്ചു. തുമ്പാക്കോട് ഇടവക കാൽവരി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇടവക വികാരി റവറൽ ഫാദർ ജിജോ മേനോത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NU ഇട്ടീര, സെക്രട്ടറി ടിൻസി ഷിജു, ഷാജു മൊറേലി, ദിജു വട്ടോലി എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ, തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. ഒരു ദേശീയ ഉത്സവം, അത് പങ്കുവയ്ക്കലിൻ്റെയും അതുപോലെ ഒത്തുകൂടലിൻ്റെയും വിളവെടുപ്പിൻ്റെയും എല്ലാം ഒരു സമ്മിശ്ര ആഘോഷമായിരുന്നു. പണ്ടുകാലത്താണെങ്കിൽ ഇവിടെ നമ്മുടെ കൊയ്ത്തുകാലമൊക്കെ കഴിഞ്ഞ് ഈ ഓണം നമ്മൾ ആഘോഷിച്ചിരുന്നു. എത്ര പാവപ്പെട്ടവനായാലും കാണാൻ പറ്റില്ല. മത്സരങ്ങളൊക്കെ കച്ചവടം നോക്കിയിട്ട്
ക്യാൻസർ രോഗത്താൽ ചികിത്സയിൽ കഴിയുന്ന കിഴക്കേ കുറ്റിച്ചിറയിലെ കൊളക്കാട്ടി സന്തോഷിന്റെ മകൻ 13 വയസ്സുള്ള ആബിയുടെ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്ക് ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച ധനസഹായം കൈമാറി. പ്രസിഡന്റ് KM ജോസിന്റെ നേതൃത്വത്തിൽ രോഗിയുടെ വസതിയിലെത്തിയാണ് അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച 13,000 രൂപ കൈമാറിയത്. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം തുക സന്തോഷിന് കൈമാറി. പോട്ട എലുവത്തിങ്കിൽ വർഗീസ് മകൻ ജോൺസൺ നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കറുകുറ്റി മഞ്ഞപ്ര ഗോപാലമേനോൻ മകൻ രാജശേഖരൻ നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കറുകുറ്റി മാവേലി ജോസ് നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കറുകുറ്റി ക്രിസ്തുരാജ ഇടവക ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി നാടകവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഓണക്കാലത്ത് 35 ദിവസത്തെ വിൽപ്പനയിൽ റെക്കോർഡ് വിറ്റുവരവുമായി സപ്ലൈകോ. സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി KPMS വയന്തല ശാഖ ആഘോഷിച്ചു. തൂമ്പാക്കോട് ഇടവക കാൽവരി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.